പ്രശാന്തേട്ടാ, ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോൾ ബംഗ്ലാദേശ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് അവകാശമുള്ളതായാണ് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് പ്രസംഗിക്കുന്നത്. അങ്ങനെ നാം ഭയപ്പെടേണ്ട കാര്യം എത്തിയിട്ടുണ്ടോ? ആ നിലയിലേക്കെല്ലാം എത്തിയിട്ടുണ്ടോ? ഈ ബംഗ്ലാദേശിന്റെ സൈനികർ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുമോ? ഈ BNP എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി, അത് അവാമി ലീഗിനെതിരെ എന്ന പാർട്ടിയാണ് BNP. മനസ്സിലായി? അതിൻ്റെ നേതാവ് റിസ്പി, അയാളെ എൻ്റെ സംസ്ഥാന നേതാവ്, എൻ്റെ ഉപാധ്യക്ഷനെ കണ്ടെങ്കിൽ അയാളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചിറ്റകോം ഇന്ത്യ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബംഗാൾ, ഈ ഒഡീഷ, പിന്നെ ബീഹാർ ഞങ്ങൾക്ക് തരേണ്ടി വരും എന്ന് പറഞ്ഞു. നമ്മൾ ഈ ചിറ്റകോമിൻ്റെ കാര്യം ഇവിടെ ഔദ്യോഗികമായിട്ടൊന്നും ആരും ചിറ്റകോം വേണമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞതായിട്ട് അറിയത്തില്ല. നമ്മളെല്ലാം വാർത്തകൾ ശ്രദ്ധിക്കുന്നതാണ്. നേരത്തെ അവാമി ലീഗിൻ്റെ നേതാവായിട്ടുള്ള ഷേഖ് ഹസീന ഭരിക്കുന്ന കാലത്ത് നമുക്കത് പറയേണ്ട കാര്യമില്ല. കാരണം ബംഗ്ലാദേശുമായിട്ട് നമുക്ക് വിഷയമില്ല. മാത്രമല്ല, ഇന്ത്യയുടെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗം നമ്മുടേതാണെന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ലക്ഷദ്വീപ് എത്രയോ കാലം മുമ്പ് നമ്മുടെയൊക്കെ പിടിച്ചെടുക്കാം. നമ്മുടെ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്കുള്ള രാജ്യമല്ലല്ലോ. നമുക്ക് ലക്ഷദ്വീപ് പിടിച്ചെടുത്തുകൂടായിരുന്നു. അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ ചൈനയുടെ കൂട്ട് അവിടെ ഇവിടെ മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. നമ്മുടേത് കൊണ്ടുപോയിട്ടുള്ള പാരമ്പര്യമുണ്ട്, ശ്രദ്ധ കുറവുണ്ട്. കാരണം ചൈന ഉൾപ്പെടെ ഉള്ളത് പണ്ട് നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് പോയ ഒരവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ചിറ്റകോം എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രദേശത്തുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വരുമ്പം അവൻ്റെ അവിടെ പിടിച്ചെടുക്കണം, ഈ ചിറ്റകോം പിടിച്ചെടുത്ത ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമുക്ക് ഈ അവിടെ വീതി കൂട്ടാൻ പറ്റും, അനുസരിച്ച് നമ്മുടെ ട്രേഡിങ്ങിനെ ഗുണം ചെയ്യുന്നൊക്കെ രീതി നമ്മുടെ ആൾക്കാർ പറയുന്നതല്ലാതെ നമ്മൾ അത്തരത്തിലേക്കുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് നമ്മൾക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന വർത്തമാനങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ഒരു അറ്റാക്ക് നടത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അത് കലാപത്തിന് ശേഷം നടന്നൊരു ശ്രമം. നമ്മുടെ അവിടുത്തെ കലാപാഹ്വാനത്തിൻ്റെ നേതൃത്വം കൊടുത്ത ഒരു യുവ നേതാവ് ഉണ്ടായിരുന്നില്ല, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അയാളാണ് ഈ 41 യൂണിവേഴ്സിറ്റികളിലേക്ക് കയറുന്ന കവാടത്തിൽ ദേശീയ പതാക ഇട്ട് കൊടുത്തിട്ട് ഇതേ ചവിട്ടി കയറിയാൽ മതിയെന്നും ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ പതാകകളെ ആക്ഷേപിക്കുന്ന അവസ്ഥ, നിരന്തരമായിട്ട് നമ്മൾക്കെതിരെ അതിർത്തിയിൽ നമ്മൾക്കെതിരെ ഡ്രോൺ വിന്യസിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥ, അത് പ്രധാനപ്പെട്ട കക്ഷികളുടെ പ്രസ്ഥാനങ്ങൾ നമ്മൾക്കെതിരെ വരുന്നൊരവസ്ഥ. അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലുണ്ട്. ആ ബംഗ്ലാദേശിൽ അവരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അവരുടെ താല്പര്യങ്ങൾ പലവട്ടം നമ്മൾ പറഞ്ഞു. ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളെ അവിടെ കൃത്യമായിട്ട് സൃഷ്ടിച്ചെടുത്തതിന് പാകിസ്ഥാന്, അതിന്റെ ഭാഗമായിട്ട് ചൈന ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ വിദേശ ശക്തികളുണ്ടെന്ന് പറയുന്നു. അവരെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിർത്തിയിൽ ഒരു രാജ്യം കൊണ്ട് കൂടി ഉടലെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഉടലെടുപ്പിക്കുന്നതിന് വേണ്ടി ഒരു രാജ്യം അവിടെ ഉണ്ടാവുകയും ആ രാജ്യം നിരന്തരമായിട്ട് നമ്മളിലേക്ക് വിഷയം ഉണ്ടാക്കുകയും ആ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടതിന് ശേഷവും രാജ്യാന്തര നിയമം മറികടന്ന് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് ഇന്ത്യ തയ്യാറാവാത്ത ഒരവസ്ഥ വരുമ്പോൾ, ഈ രാജ്യത്തെ ഇത്തരത്തിലേക്ക് ഉരുത്തിരിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം നിറവേറാതെ വരുമ്പോൾ അത് ഏതറ്റം വരെയും കൊണ്ടുപോയി ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഇന്ത്യയെ കൊണ്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു ആക്രമണം നടത്തി നമ്മളിലേക്ക് ഉപരോധങ്ങളും അല്ലെങ്കിൽ ക്ലെയിമുകളും അല്ലെങ്കിൽ ഈ മുസ്ലിം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളുടെ വിരോധമൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ് ഈ പറയുന്നത്. അത് പറയുമ്പോഴും എല്ലാ പ്രകോപനങ്ങൾക്കും ഒരു പരിധിയില്ല. ആ പരിധി കടന്നാൽ ഇന്ത്യ എന്ത് ചെയ്യും? പരിധി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബോർഡറിൽ കയറി ഇങ്ങോട്ട് അടിക്കട്ടെ ശ്രീത്തെ. നിങ്ങൾ ഈ പരിധി വരി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് ഈ ലോകത്ത് ഒത്തഭിപ്രായം പറയുന്ന രാജ്യങ്ങളുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അവിടെ കൂടുതൽ ഹിന്ദുക്കളുണ്ട്. ഹിന്ദു മഹാരാജ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ഹിന്ദുക്കളുള്ള രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല നമ്മളെക്കാലവും പാലസ്തീനിലെ വിഷയം വന്നപ്പോൾ പാലസ്തീന് വേണ്ടിയില്ല ഇന്ത്യ സംസാരിച്ചത്. പണ്ട് സംസാരിക്കുന്ന ഇപ്പോഴും സംസാരിക്കുന്ന അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിട്ടാണ്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉരുത്തിരിക്കും അല്ലെങ്കിൽ സ്വന്തം രാജ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമെങ്കിൽ പോലും ഇന്ത്യ അതിനുവേണ്ടി സംസാരിച്ചു. ഇന്ത്യയുടെ ലൈനത ഇവിടെ നമുക്ക് സംസാരിക്കുന്നു. വേറെ രാജ്യത്ത് കയറി ഇപ്പം ഇവിടെ PFI നിരോധിച്ചു. PFI നിരോധിക്കുന്ന സമയത്ത് ബംഗ്ലാദേശുകാരൻ കയറി പറയുക PFI നിരോധിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതേ ന്യായം ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ PFI നിരോധിക്കുന്നതിന് ന്യായമുണ്ടായിരുന്നു, അതിന് തെളിവുകളുണ്ടായിരുന്നു.
അത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടുത്തെ കോടതികൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കും. പക്ഷേ മറ്റിടത്തായാലും നടക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചിട്ട് കലാപകാരികൾ ആ രാജ്യം പിടിച്ചെടുത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ കൊണ്ടുപോയി അതൊരു മതരാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ നീചമായ മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ആ മതരാഷ്ട്ര സംവിധാനം നയിക്കുന്നത് മൊത്തം തീവ്ര ഗ്രൂപ്പുകളാവുകയും ആ തീവ്ര ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നൊക്കെ ലൈനിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം. ഇത് രാജ്യം ഇടപെടട്ടെ, അവിടെ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ കാര്യത്തിനകത്ത് ലോകത്ത് മൊത്തം ഏത് വിഷയം വന്നാലും ഇടപെടാൻ അമേരിക്ക എന്താ ഇടപെടാത്തെ? അല്ലെങ്കിൽ അവിടെ ബുദ്ധന്മാരുടെ കാര്യം പിന്നെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ തന്നെ ഇടപെടേണ്ടി വരുന്നുണ്ട്. ബാക്കി ഈ മുസ്ലിങ്ങൾക്കകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അഹമ്മദീയരുണ്ട്. അഹമ്മദീയരെ വളരെ ക്രൂരമായിട്ടല്ലേ പാകിസ്ഥാനിൽ ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെന്താ മുസ്ലിങ്ങളല്ലേ? അവിടെ അപ്പൊ അവർക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കണം, നമ്മൾ ഇടപെടണം. ആ ഇടപെടലിനകത്ത് ഈ പറഞ്ഞ ജാതി മതവും മതമൊന്നുമല്ല പ്രശ്നം. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുത്തു. അത് വെച്ചിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ തന്ത്രപ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ആ രാജ്യത്തെ ഉരുത്തിരിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രാജ്യത്തെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ അറ്റാക്ക് ചെയ്യിക്കുന്ന അതോടൊപ്പം തന്നെ ഈ മാലി പ്രശ്നം വന്നപ്പോൾ ഈ മാലിയുടെ ടൂറിസത്തെ എല്ലാം തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബംഗ്ലാദേശിന്റെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ലെന്ന് ശ്രീജിത്തിനെങ്ങനെ മനസ്സിലായി? ഇതുപോലെ അല്ലാതെ നിങ്ങൾ മാലി വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നിയത് അന്ന് ചൈന ഇടപെടുന്ന പാകിസ്ഥാനോട് അവസാനം മാലിക്കാരൻ വന്ന് കാലവേണ എങ്ങനെ തന്ത്രപ്രധാനമായിട്ട് അതിനകത്ത് ഇടപെടത്തുള്ളൂ. ഇതിനകത്ത് ബംഗ്ലാദേശിനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിക്കുക, ഇന്ത്യയുടെ ഡ്രോൺ സജ്ജമാക്കി ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കുകയും അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇവിടെ വന്നിട്ട് അമ്പലം പണിയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞതിനകത്ത് ബംഗ്ലാദേശിന്റെ ഗവൺമെന്റിന്റെ താല്പര്യം ആര് പറഞ്ഞു? ആ രീതിയിലേക്ക് അതിനകത്ത് കയറി ആൾക്കാരെ ഉരുത്തിരിച്ചെടുക്കുന്നതിന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഇന്ത്യയിലെ ഇന്റലിജൻസും ഇടപെടുന്നില്ലെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂ? അവിടെ ഒരു രാജ്യത്ത് അട്ടിമറി നടത്തി എങ്ങനെ? അവിടെ രാജ്യത്ത് അട്ടിമറി നടത്തിയ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി സമരക്കാരെ ഉരുത്തിരിച്ചാന്നോ? ഹിന്ദുക്കളെ ഉരുത്തിരിച്ചാന്നോ? ബുദ്ധന്മാരെ ഉരുത്തിരിച്ചാന്നോ? അതിന്റെ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഷേഖ് ഹസീനെ അട്ടിമറിക്കുന്ന സമരത്തിന്റെ മുദ്ര. ശരിക്കും ഷേഖ് ഹസീന അവിടുത്തെ സംവരണത്തിന് എതിരായിട്ട് സമരക്കാരുടെ മുദ്രാവാക്യമായിട്ട് നിന്നാന്ന് ഷേഖ് ഹസീന. എന്നിട്ട് കോടതിയാണോ അതിനെതിരായിട്ട് നിന്ന് അവസാനം കോടതി എതിരായിട്ട് നിന്ന വിഷയത്തിന് ആ വിഷയത്തിന്റെ ഫലം അനുഭവിച്ച ഷേഖ് ഹസീന കുറ്റക്കാരിയല്ല. പക്ഷെ ഷേഖ് ഹസീനക്കെതിരെ ആ കുറ്റം ആരോപിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി കലാപകാരികളെ പുറകിൽ നിർത്തി സാധാരണ ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ച ആരാ? അത്തരത്തിൽ ഓപ്പറേഷൻ നടത്തിയത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവും അമേരിക്കയുടെ ഇടപെടലുമാണല്ലോ. ഇതുപോലെ തന്നെ ഇന്ത്യ ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് ആക്രമിക്കാത്ത ലൈൻ ഉള്ളപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് പാകിസ്ഥാനിനകത്ത് പ്രശ്നങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ട് വരികയാണോ ഇല്ലയോ എന്ന് അങ്ങനെ സംസാരിക്കും. ഇവിടെ ഇന്ത്യ കയറി ആക്രമിച്ച പാകിസ്ഥാൻ അല്ല, ഇന്ത്യ കയറി ആക്രമിച്ച ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്തുവാ? അല്ല, അതോടൊപ്പം തന്നെ ആസാമിൽ ഒരു ക്ഷേത്ര നിർമ്മാണം എന്താ പറഞ്ഞു? അവിടെ വന്ന് ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്താൻ ബംഗ്ലാദേശിലെ പട്ടാളം വരണമെങ്കിൽ അത് ബംഗ്ലാദേശി ഗവൺമെന്റ് അറിവോടുകൂടി വരാൻ സാധ്യതയില്ല. കാരണം ബംഗ്ലാദേശിലെ ഗവൺമെന്റിന് അറിയാം ബംഗ്ലാദേശിൽ എത്ര പട്ടാളം ഉണ്ടെന്നും ഇന്ത്യയായിട്ട് ഒന്ന് മുട്ടിയാൽ എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്നും അതിന്റെ സാമ്പത്തിക സ്ഥിതി എന്തുവാണെന്നൊക്കെ അറിയാം. അതായത് അവിടെ ഒരു സാധനം ഉരുത്തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്നോണക്ക് ബംഗ്ലാദേശിന് ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബംഗ്ലാദേശിന് തീറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ഇപ്പോൾ ഒരു മതരാഷ്ട്ര സംവിധാനമാക്കി മൊത്തത്തിൽ ആ രാജ്യത്തിന്റെ പുരോഗതി എല്ലാം തടസ്സമാക്കി ഒരു 50-75 കൊല്ലം പുറകോട്ട് പോയി. എല്ലാ വ്യവസായം തകർന്നു, എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയറ്റിയിറക്കി ഇറക്കുമതി എല്ലാം തകർന്നു. ഇപ്പം ഇത് ചില മതരാഷ്ട്രവാദികൾ തീവ്രവാദികളുടെ കയ്യിലാണ്. ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളാണ്. ഈ ഹമാസിനെയൊക്കെ ഫണ്ട് ചെയ്യുന്ന പോലും ഹിസ്ബുള്ളയൊക്കെ ഫണ്ട് ചെയ്യുന്ന പോലും അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. അവർക്ക് ഇപ്പോൾ രാജ്യത്ത് ബാക്കിയുള്ള ജനങ്ങൾ പട്ടിണി കിടന്നോ അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലോ സ്ത്രീകൾ വെളിയിറങ്ങിയില്ലെങ്കിലോ അവർക്കെന്തോ കാര്യം? അവരുടെ നേതൃത്വത്തിൽ അവർക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റത്തക്ക സംവിധാനത്തിലേക്കുള്ള ഫണ്ടുകൾ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പാകിസ്ഥാൻ അത് നേതൃത്വത്തിന് പട്ടിണി മാറാതെ കിടക്കുന്ന ആരെ ഫണ്ട് ചെയ്യുന്നത്? ഈ രാജ്യങ്ങളെ ഫണ്ട് ചെയ്യുന്നത്. അപ്പൊ ജനം മൊത്തം പട്ടിണിയില്ല, രാജ്യം ദുരിതത്തിലേക്കാ. ഇതുപോലെ തീവ്ര ഗ്രൂപ്പുകളെ ഈ മുസ്ലിം മാന്യമായിട്ട് പോകുന്ന മുസ്ലിം രാജ്യങ്ങളെ മൊത്തം നശിപ്പിച്ച് തീവ്ര ഗ്രൂപ്പുകളെ ഉടലെടുത്ത് മതത്തിന്റെ പേരിൽ അത്തരത്തിൽ രാജ്യങ്ങൾ ഉണ്ടാക്കി ആ രാജ്യങ്ങൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അമേരിക്കയുടെ അജണ്ടകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ രാജ്യവും മതരാഷ്ട്ര രാജ്യവും ഏറ്റവും കൂടുതൽ പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം രാജ്യമാണ് നാളെ കാലത്തെ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലായി അഫ്ഗാനിസ്ഥാനിലെ കൂട്ട് രാജ്യം അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ലോകത്തെ ഏത് നിറയെ നിന്ന രാജ്യം ഇറാന്റെ കാര്യം അറിയാമല്ലോ. ഇറാൻ ലോകത്തെ ഏത് അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഏത് അവസ്ഥയില് ഇതേ രീതിയിലേക്ക് ഈ രാജ്യത്തെ ഉരുത്തിരിച്ചെടുത്തു. ഈ രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം
ഇപ്പോൾ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും സിറിയയും അല്ല ഇപ്പോൾ ഇത്തരം മതഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലേക്ക് അവരുടെ ഭരണക്രമത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ പലരും ഇന്ത്യയിലും അങ്ങനെ സ്വപ്നം കാണുന്നു. ഇന്ത്യയിൽ സ്വപ്നം കാണുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ സ്വപ്നം കാണുന്നതിന് മുമ്പേ ഈ സ്വപ്നം കാണുന്നവരെ കണ്ടിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി കർഷക സമരത്തിന്റെ പേരിലായാലും CAA സമരത്തിന്റെ പേരിലായാലും ഈ അഗ്നിവീർ സമരത്തിന്റെ പേരിലായാലും ഒക്കെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഇന്ത്യ പോലൊരു രാജ്യമായതുകൊണ്ടും അതിനകത്ത് ഭരണാധികാരികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടുമാണ് ഇത് ഉരുത്തിരിക്കാൻ പറ്റാത്തത്. ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി എത്ര വട്ടം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് കലാപം ഉണ്ടാക്കി. ഇന്ത്യ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? എത്ര വട്ടം CAA സമരം ഏതുവരെ കത്തി? എത്ര ദിവസം ഡൽഹി കത്തി? യഥാർത്ഥത്തിൽ CAA സമരം എന്തുവായിരുന്നു? മുസ്ലിങ്ങളെ നാട് കടത്തും, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇത് പരിശോധിക്കും, പൗരത്വം പരിശോധിക്കും, അത് റദ്ദ് ചെയ്യും. ഇതൊക്കെ അല്ലായിരുന്നു സമരത്തിന്. ഇപ്പൊ കർഷക സമരം എങ്ങനെയായി? ഇപ്പൊ വീണ്ടും കർഷക സമരം ഉരുത്തിരിച്ചുകൊണ്ട് വരുന്ന എന്തിനാ? കലാപാഹ്വാനത്തിന് വേണ്ടിയാ. കലാപം ഉരുത്തിരിക്കാൻ പാടില്ല. കാരണം ഒരു 140 കോടി ജനമുണ്ട്, അതിനകത്ത് 2 കോടി 3 കോടി ജനം വെളിയിൽ ഇറങ്ങിയാൽ കലാപമാവും. ഒരു രാജ്യത്തിന്റെ ഭരണം പോകുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ ആ രീതിയിലെ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമം വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ലോകസഭയിൽ ജോർജ് സോറോസിന്റെ ഫണ്ട് മേടിച്ച് പ്രവർത്തിക്കുന്നു സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നതിന് തെളിവും കൊണ്ട് BJP വന്നിരിക്കുകയാണ്. പലവട്ടം ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ കൂടി അദാനിക്കെതിരെ കാര്യം പറയുന്നതും ഇന്ത്യക്കെതിരെ കാര്യം പറയുന്നത് റിപ്പോർട്ട് ചെയ്ത് അവരാണെന്ന് ലോക്സഭയിൽ തെളിവ് വന്നിരിക്കുകയാണ്. അതായത് ജോർജ് സോറോസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് സഹായമാകുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ തെളിവ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം ആ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ കൂടുന്നതിന് തെളിവുമായി BJP ലോകസഭയിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. ഇത് പലവട്ടം നമ്മുടെ ചാനലിൽ കൂടിയും അല്ലെങ്കിൽ തെളിവുകൾ സഹം നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അത് ഇന്ത്യക്ക് അകത്തും പുറത്തും സഹായമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെയാണ് നമ്മൾക്കെതിരെ പാകിസ്ഥാനെ ഉരുത്തിരിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബോർഡറുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിന് ഇപ്പം ഈ പറയുന്ന രാജ്യത്തെയും ഉരുത്തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതിന് ഉദാഹരണമായിട്ടുള്ള പറച്ചിലും കഴിഞ്ഞ് മമതാ ബാനർജി വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ട് ലോലിപോപ്പ് തിന്നുന്ന ലാഘവത്തോടു കൂടി ഇന്ത്യ പിടിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ അത് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും മറുപടി പോലും കൊടുത്തിട്ടില്ല. കാരണം നമ്മളൊരാൾക്ക് മറുപടി കൊടുക്കുമ്പോഴും അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചല്ലേ കൊടുക്കാനൊക്കെ. ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മാത്രം മറുപടി ചുമ്മാ സ്വപ്നം കാണാൻ ഞങ്ങളുടെ കൈയും കാലും ഒന്നും മാങ്ങ പറിക്കാൻ പോകത്തില്ലെന്ന രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വളരെ കൃത്യമായി ഗവൺമെന്റ് സംവിധാനങ്ങളും മറ്റവർക്കും മറിച്ചൊക്കെ പറയും. ഇന്ത്യ അങ്ങോട്ട് കയറി അവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. പണ്ടല്ല ചില ആൾക്കാരുണ്ടല്ലോ ചില വടിയെടുത്ത് പോകുമ്പോൾ കരയുന്ന പട്ടിയുടെ കൂട്ട്, എന്നിട്ട് അത് വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ആ രാജ്യത്തെ ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളും താല്പര്യക്കാരും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലും തീരുമാനങ്ങളും ഒക്കെ ലോകക്രമത്തിൽ ഉണ്ടാകുന്നത് പോലെ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ കാര്യത്തിലും ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടുത്തെ പ്രധാനമന്ത്രി ഹസീന ഇപ്പോഴും അവിടുത്തെ പ്രധാനമന്ത്രി തന്നെയാണ്. അവർ രാജിവെച്ചിട്ടില്ല. അവര് പോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവരധികാരത്തിൽ കൊണ്ടുവന്ന പ്രസിഡന്റാണ് അവിടെ ഇരിക്കുന്നത്. അവർ നിയമിച്ച പറയുന്ന സൈനിക മേധാവിയാണ് അവിടെ ഇരിക്കുന്നത്. മാത്രവുമല്ല ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന പാർട്ടി സംവിധാനമുള്ള അവാമി ലീഗ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതിനെയെല്ലാം മറികടന്ന് നിൽക്കുന്ന ഈ പറയുന്ന തീവ്ര ഗ്രൂപ്പ് നിൽക്കുന്നേ ഉള്ളൂ. അതൊരു പക്ഷേ വേറെ ഒരു രാജ്യത്തിൻ്റെ ഇടപെടിയിലോ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഇടപെടിയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങൾ വീണ്ടും അവരെ അതായത് ഇന്ത്യയുടെ പരിധിക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉരുത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിനായിരിക്കും ഒരു ഇന്ത്യ പക്ഷേ എന്തോ പറഞ്ഞതൊക്കെയും മിണ്ടാതെ പോകുന്ന ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്.